എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. അത്തം നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അത്തം നക്ഷത്രക്കാർക്ക് മാർച്ച് 2026. Knight of Cups, Devil moment, Seven of Wands, Ace of Cups, Justice, okay, Six of Pentacles, Energy Connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ നൈറ്റ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ലൈഫ് കുറച്ചുകൂടി നിങ്ങളെ പക്വതയോട് കൂടിയിട്ട് ജീവിതത്തെ നോക്കി കാണുന്ന ഒരു സമയം എന്ന് പറയാം. പല കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ അല്ലെങ്കിൽ വളരെ നിസ്സാരവൽക്കരിച്ച് ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് പ്രായം, അതായത് ഒരു കൗമാരവും യൗവനമൊക്കെ ആ ഒരു പ്രായത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിനോടും ഒരു ചെറിയൊരു പുച്ഛം, അല്ലെങ്കിൽ എനിക്കെല്ലാം അറിയാമെന്നുള്ള ഭാവം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ഒന്നിനും ഒരു സീരിയസ്നെസ് ഇല്ലാതെ എടുക്കുന്ന കാര്യങ്ങളും, ഇതിൽ നിന്നൊക്കെയുള്ളൊരു മാറ്റം നിങ്ങളുണ്ടാകുന്നുണ്ട്. നിങ്ങൾ പലതിനെയും സീരിയസ് ആയിട്ട് നോക്കിക്കാണാനും ചിന്തിക്കാനും തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് പ്രായത്തിൻ്റേത് മാത്രമായിരിക്കണം എന്നില്ല. ചില വ്യക്തികൾ അവരുടെ ഒരു സ്വഭാവവും രീതിയായിരിക്കും ഒന്നും സീരിയസ് ആയിട്ട് എടുക്കില്ല, അല്ലെങ്കിൽ പല കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അവരുടെ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ജീവിതത്തെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കുന്നു. ജീവിതത്തെ സീരിയസ് ആയിട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ കളിതമാശകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതല്ല. ജീവിതത്തിൽ നിങ്ങൾക്ക് ഉള്ള ഉത്തരവാദിത്തത്തെ സീരിയസ് ആയിട്ട് എടുക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ജീവിതം വെറുതെ കളിച്ചു കളയാനുള്ളതല്ല എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു രീതി എന്ന് പറയാം. ഇത് ആ ഒരു പ്രായത്തിൻ്റേതായിട്ടുള്ള ചാബല്യങ്ങളോ അല്ലെങ്കിൽ രീതികളോ ചില ആളുകളിൽ ഉണ്ടാവാം. മറ്റു ചിലരെ സംബന്ധിച്ച് ഇത് പ്രായത്തിൻ്റെ ഒരു കാര്യമല്ല, നിങ്ങളുടെ ഒരു സ്വഭാവ രീതിയാണ്. അപ്പോൾ ആ ഒരു സ്വഭാവ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ, നിങ്ങളുടെ ഫാമിലിയും, അപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇപ്പോൾ ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ആയിരിക്കാം, മക്കൾക്കോ, അങ്ങനെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെ നോക്കി കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളൊരു മാറ്റം വലിയൊരു സന്തോഷം അവർക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഫാമിലി മെമ്പേഴ്സിന് നിങ്ങളെ കണ്ടുകൊണ്ട് ഒത്തിരി പ്രൗഡ് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. വിദ്യാർത്ഥികളൊക്കെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക്, പ്രത്യേകിച്ച് അച്ഛനമ്മമാർക്ക് കുട്ടികളെ കുറിച്ചിട്ട് ആലോചിച്ച് വളരെ അഭിമാനം തോന്നുന്ന ഒരു മുഹൂർത്തം ജീവിതത്തിൽ ഉണ്ടാകാൻ പറ്റുന്നു എന്നുള്ളതും ഈ ഒരു മാസത്തിൽ സാധ്യമാകുന്നുണ്ട്. അതേപോലെ ഡെവിൾ മൊമെൻ്റ് ആണ്. അപ്പോൾ ഇത് പലരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി ഇപ്പോൾ നിങ്ങളുടെ വർക്കുമായിട്ട് ബന്ധപ്പെടുത്തി, കരിയർ, പ്രൊഫഷണൽ റിലേഷൻഷിപ്സ്, അതായത് നിങ്ങളുടെ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം, അത് ഏത് രീതിയിൽ ആ ഒരു ബന്ധം വളർത്തിക്കൊണ്ട് വരാമെന്നുള്ളത്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ കൊണ്ട് പറ്റില്ല, നിങ്ങൾക്ക് കഴിവില്ല, നിങ്ങൾ സ്റ്റക്കാണെന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് ആയിരിക്കും. ഇങ്ങനെയുള്ള തരത്തിലുള്ള ഫീലിങ്സിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ പല കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണ്, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്ന് പറയാം. അപ്പോൾ നിങ്ങളുടെ പല റെസ്പോൺസിബിലിറ്റീസും നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളത്. പിന്നെ ഇതൊരു തരത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വീടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു സാഹചര്യം, നിങ്ങൾ താമസിക്കുന്ന ഇടം എന്ന് പറയുന്നത്, നമ്മൾ താമസിക്കുന്ന ഇടം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈഫ് എന്തൊക്കെ കാര്യങ്ങളിൽ നമ്മളെ ബാധിക്കുന്ന പല കാര്യങ്ങളും എങ്ങനെയാണ് അതിൽ നിന്ന്, അതായത് അതൊരു നമ്മൾ പറയില്ലേ, നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ എന്ന് പറയുന്ന പോലെ നമ്മൾ താമസിക്കുന്ന വീട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടെന്ന് പറയുന്നത് നമ്മളായിട്ട് സൃഷ്ടിച്ചെടുക്കുന്നതാണ് ഒരു തരത്തിൽ. അതായത് നമ്മളിപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, ഈ വീടിന് എന്തൊക്കെ കുഴപ്പമുണ്ട്, ഈ വീട്ടിൽ താമസിച്ചത് മുതൽ ഇങ്ങനെയാണ്, ഈ വീട്ടിൽ അതാണ് ഇതാണെന്നൊക്കെ പറയും. അപ്പോൾ ചിലപ്പോൾ അതിൻ്റേതായിട്ടുള്ള സത്യം ഉണ്ടാവാം. ചില സാഹചര്യങ്ങളെന്ന് വെച്ചാൽ നമ്മളുടെ പ്രവർത്തനങ്ങൾ, നമ്മൾ ചിലപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ രീതികൾ പലതും മാറ്റുമ്പോൾ നമ്മുടെ ചുറ്റുപാടും, അതായത് നമ്മുടെ ചുറ്റുപാടിനല്ല കുഴപ്പം, നമ്മൾക്കാണ് കുഴപ്പം. നമ്മൾ മാറുമ്പോൾ നമ്മുടെ ചുറ്റുപാടും മാറുന്നു എന്നുള്ളതാണ്.
അതായത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, നിങ്ങളുടെ ചിന്താഗതി, നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് ഒരു കാര്യത്തെക്കുറിച്ചിട്ടും ഇതൊക്കെ മാറ്റുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതമാകട്ടെ, നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫ് പ്രത്യേകിച്ചും, ഇവിടെ പല ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ കരിയറിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ചിന്താരീതികളിൽ മാറ്റം ഉണ്ടാകും. നിങ്ങൾ സ്റ്റക്കല്ല, എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയും, എന്നെക്കൊണ്ടത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ പ്രൊഫഷണൽ ലൈഫിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ജോലിയിൽ, നിങ്ങൾ ജോലിയോ ബിസിനസ്സോ എന്തുമായിക്കോട്ടെ, ബിസിനസ് ജോലി കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ബന്ധങ്ങൾ, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും കൊലാബറേഷൻ, പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ പലതരത്തിൽ ജോലി സംബന്ധമായിട്ടുള്ള മീറ്റിങ്സ്, കോൺഫറൻസ് കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ അനാവശ്യമായിട്ടുള്ള ഇപ്പോൾ സോഷ്യൽ ഡ്രിങ്കിങ് എന്ന് പറയുന്ന ആൾക്കാർ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് മദ്യപിക്കുന്നതോ അല്ലെങ്കിൽ ആ ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കമ്പനി കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ, അപ്പോൾ അതൊക്കെ ഒരു ശീലമായിട്ട് മാറി ഇങ്ങനെ തുടങ്ങുന്ന ശീലങ്ങൾ നിങ്ങൾക്ക് ദുശീലങ്ങളായിട്ട് മാറുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ തന്നെ സൃഷ്ടിച്ചെടുത്ത സാഹചര്യത്തിന് അടിമയായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് 7 ഓഫ് ഫോൺസ് എനർജിയാണ്. അപ്പം ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് എടുത്താൽ പൊങ്ങിയില്ല അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ, അത് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെ ധരിപ്പിച്ചിരുന്ന രീതിയായിരിക്കാം. അത് നിങ്ങളത് ചെയ്ത് കാണിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രൗഡ് മൊമെൻറ്റ്സ് ഒത്തിരി ഉണ്ടാകും. നിങ്ങൾക്ക് അഭിമാനം അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങളുടെ ഫാമിലിക്ക് അഭിമാനം തോന്നുന്ന മുഹൂർത്തങ്ങൾ ഈ സമയത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആണ് കൂടുതലായിട്ട് എങ്കിൽ പോലും പ്രായഭേദമന്യേ ആരെ സംബന്ധിച്ചും നിങ്ങൾക്ക് സ്വയം സന്തോഷവും അഭിമാനം തോന്നുന്ന മുഹൂർത്തം ഉണ്ടാവാം. ഇവിടെ വീട്ടമ്മമാരോ റിട്ടയർ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ഇതുവരെ നിങ്ങൾ ജീവിച്ച ഒരു രീതിയല്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഫ്രീ ആണ്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയത് ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ട്, സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇനിയും സമയമുണ്ട് ലൈഫിൽ എന്ന് മനസ്സിലാക്കി നിങ്ങൾ വിട്ട് കളയരുത്. നമ്മൾ ശ്രമിക്കുക, ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കും ജീവിതത്തിൽ എന്തൊക്കെയോ നേടാൻ പറ്റുന്ന സമയമാണിപ്പോൾ. അതേപോലെ തന്നെ ഈസ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കലി ആക്റ്റീവായിട്ടുള്ളൊരു കാരണം മറ്റുള്ളവരുടെ ഇമോഷൻസിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. അപ്പം അത് ഏത് തരത്തിലാണെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാം. ഒരുപക്ഷെ മറ്റുള്ളവരുടെ ഇമോഷൻ വെച്ചിട്ട് നിങ്ങൾ ഉയരത്തിലേക്ക് എത്തുന്നതാണ്. കാരണം ഇതിവിടെ പൊളിറ്റിക്സ്, രാഷ്ട്രീയം കാണിക്കുന്നുണ്ട്. അപ്പോൾ പൊളിറ്റിക്കലി ആക്റ്റീവായിട്ടുള്ളൊരു സാഹചര്യമാണ്. അത് മറ്റുള്ളവരുടെ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു മാനുഷിക പരിഗണന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, സഹജീവികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സറിഞ്ഞ് ചെയ്യുന്ന ഒരു കാര്യവും ആകാം. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനിങ്ങനെയാണ് അല്ലെങ്കിൽ വോട്ടിന് വേണ്ടി ചെയ്യുന്നതുമാവാം. പക്ഷെ എന്ത് തന്നെയായാലും ഇങ്ങനെയുള്ള മറ്റുള്ളവരുടെ വികാരങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മുന്നേറാൻ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് അതൊരു മാനുഷിക പരിഗണന കൊണ്ടാണെങ്കിൽ മനസ്സറിഞ്ഞ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. വോട്ടിന് വേണ്ടി മാത്രമാവരുത് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ഓക്കെ, ജസ്റ്റിസ് എനർജിയാണ്. കാരണം കർമ്മമാണ്, ചെയ്യുന്ന കർമ്മത്തിനുള്ള ഫലം ലഭിക്കുന്നു. അപ്പോൾ എന്തൊരു സാഹചര്യം കൊണ്ടിട്ടാണ് എങ്കിലും അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ വെറുതെ നിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രമാവരുത്. അതിൽ മറ്റുള്ളവർക്കും കൂടി നന്മയുണ്ടാകുമ്പോൾ നിങ്ങൾക്കതിൻ്റെ പുണ്യം അല്ലെങ്കിൽ നിങ്ങൾക്കതിൻ്റെ നല്ല കർമ്മഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ആ നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്ന ഒരു സമയമാണ് ഈ ഒരു മാർച്ച് മാസം എന്ന് പറയുന്നത്. അപ്പോൾ അത് പല രീതികളിൽ നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നുണ്ട്. പിന്നെ വളരെയധികം ഇവിടെ കൂടുതലായിട്ടൊരു ലഹരി ഉപയോഗം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ അടുത്തിടെയായിട്ട് കുറച്ച് കൂടുതൽ മദ്യപിക്കുന്നു അല്ലെങ്കിൽ പുകവലിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺട്രോളിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ 6 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയ സമയമാണെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ബിസിനസ്സോ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ സമയമാണ്, അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാൻ പറ്റിയ സമയമാണ്. അതേപോലെ തന്നെ ലോൺ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന സമയമാണ്. ഇപ്പോൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ലോൺ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ലോൺ കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ലോണ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ലോൺ എടുക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു, സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടുന്നു എന്ന സാധ്യതയാണ്. ചില ആളുകൾ അടുത്തിടയ്ക്കായിട്ട് ജോലിയുണ്ട്, നല്ല സാമ്പത്തിക സ്ഥിതിയാണ്, പക്ഷെ എന്നിരുന്നാലും കയ്യിൽ പൈസ നിൽക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം കയ്യിൽ പൈസ നിൽക്കുന്നു എന്ന് മാത്രമല്ല അനാവശ്യ ചിലവുകൾ ഉണ്ടാകുന്നില്ല. അനാവശ്യ ചിലവ് അടുത്തിടയ്ക്കായിട്ട് ലൈഫിൽ ഉണ്ടായിട്ടുള്ളവരെ സംബന്ധിച്ച് അനാവശ്യ ചിലവുകളൊന്നും ഉണ്ടാകുന്നില്ല, പൈസ കയ്യിൽ നിൽക്കുന്നു എന്നുള്ളതും
ഒക്കെ നിങ്ങൾക്ക് ഒത്തിരി തൃപ്തിയും സന്തോഷവും തരുന്നൊരു കാര്യമാണ് എന്നുള്ളതും ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.